ഗൈസ്, ഗീതാഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതു പറയാണ്, നിങ്ങളുടെ രണ്ടാനമ്മയോട് തോറ്റു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇനി വാതിൽ ചവിട്ടി പൊളിക്കും എന്ന് പറഞ്ഞ് ഗീതു എന്ന് ചവിട്ടി പൊളിക്കാൻ നോക്കുവാണ് കേട്ടോ. കാല് വേദന എടുത്തേക്കുന്ന ഗീതുവിനോട് ഗോവിന്ദ് പറയാണ്, നീ ഇങ്ങ് വന്നേ, നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഞാൻ റിസോർട്ട് മേടിക്കുന്നില്ല എന്ന് എല്ലാവരോടും പറഞ്ഞില്ലേ, അത് വെറുതെ പറഞ്ഞതാ. അങ്ങനെ വഴക്കിട്ട് രണ്ട് വഴിക്ക് ഇറങ്ങിയിട്ട് ഞാൻ അജാസിനോടൊപ്പം തന്നെ പറഞ്ഞായിരുന്നു ആ റിസോർട്ട് കാണാൻ വേണ്ടിയിട്ട് വരാൻ ഞാൻ റെഡിയാണ്. അപ്പം ഞാനതിന് നമ്മുടെ ഹണിമൂണായിട്ട് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുക. ഞാനാണെങ്കിൽ ആ റിസോർട്ടിൻ്റെ ഇത് കാണാൻ വേണ്ടി പോവുക നാളെ ബോംബേക്കെന്ന് പറഞ്ഞിറങ്ങും. നീ ആണെങ്കിൽ നിൻ്റെ അമ്മ നാളെ ഡിസ്ചാർജ് ആവുമല്ലേ, അമ്മേനെ നോക്കാനൊന്നും പറഞ്ഞ് നീയും വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ട്, അപ്പം എൻ്റെ അനിയൻ അവിടെ കാണുമല്ലേ, അവനത് പ്രിയെ വിളിച്ച് പറയുമല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദേട്ടൻ പറയുകയാണ്, അതൊന്നും നീ ഓർത്ത് വിഷമിക്കേണ്ട, അവനെ ഞാൻ അവിടെ നിന്ന് എങ്ങനെയും മാറ്റിക്കോളാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഗീതു പറയാം, ഇതൊക്കെ രാധികാമ്മയുടെ മുമ്പിൽ നല്ല വ്യക്തമായ പ്ലാനോടുകൂടി മാത്രമേ പോയി പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ രാധികാമ്മയായിട്ട് അഭിനയിക്കാം, നാളെ പറയുന്ന രീതിയിൽ കണ്ണേട്ടൻ എൻ്റെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുക, നല്ല റിഹേഴ്സൽ എടുത്താലേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ഗീതു രാധികാമ്മയായിട്ട് ഇങ്ങനെ ഇരുന്ന് അഭിനയിക്കുവാണ്. അപ്പം ഗോവിന്ദ് എന്ന് രാധികാമ്മയുടെ മുമ്പിൽ, അമ്മേ നാളെ എനിക്ക് ബോംബെക്ക് വെക്കണം, ഞാൻ പൊക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പം ഗീതു ഇങ്ങനെ ഇങ്ങനെയല്ല ശരിക്കും ചോദിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും രാധികാമ്മ വേണ്ട പോവണ്ട എന്നുള്ള രീതി ഗീതു പറയുവാണ് കേട്ടോ. എന്നിട്ട് ഗീതു പറയുന്നുണ്ട് രാധികാമ്മയായിട്ട്, ഇവിടെ ഒരു ചടങ്ങൊക്കെ നടക്കാൻ പോവുകയാണ്, പിന്നെ നീ അങ്ങനെ പോയാൽ ശരിയാവുകയില്ല, ഇവിടെ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് എന്നാൽ പോണില്ലമ്മേ എന്ന് പറയുമ്പോൾ ഗീതു പറയാം, എനിക്കറിയായിരുന്നു നിങ്ങൾ ഇത് തന്നെ പറയുമെന്ന് എനിക്കറിയായിരുന്നു, അതിനാ വ്യക്തമായ പദ്ധതിയും പ്ലാനിങ്ങും വേണമെന്ന് ഞാൻ പറഞ്ഞേ, ഇതിനുള്ള മറുപടി കണ്ടുപിടിച്ചിട്ട് പോയി രാധികാമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ മതിയെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, എന്തായാലും ഇവിടം വരെ വന്നല്ലേ, മധുരമായിട്ട് എന്തെങ്കിലും ഓർക്കാൻ താന്ന് പറയുമ്പോൾ ഗീതു ബാഗിൽ നിന്നൊരു ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഗോവിന്ദ് പറഞ്ഞു, ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് നിൽക്കുമ്പോൾ ചുണ്ടാന്നും ഗോവിന്ദിന് തോന്നുന്ന രീതി ഗീതു രണ്ട് കൈവിരൽ ഗോവിന്ദിൻ്റെ കവിളിൽ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഉമ്മ കിട്ടിയതാണെന്നോർത്ത് ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുവാണ്. നേരെ വെള്ളം ഇറങ്ങുന്ന ഗീതുവിനെ കാറിൻ്റെ അവിടെ വെച്ച് പിടിച്ച് ഉമ്മ വെക്കുവാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോരുവാണ്. നേരെ അറക്കലിൽ എത്തിക്കഴിയുമ്പോൾ രാധികാമ്മേനെ കാണുന്ന ഗോവിന്ദ് പറയാം, അമ്മേ എനിക്ക് ഹണി ഗ്രൂപ്പുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, ഹണി സിംഗുമായിട്ട്, അപ്പോൾ ഞാൻ ബോംബെക്ക് പോവാം ഒറ്റയ്ക്ക് എന്നിങ്ങനെ പറയും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ വരുൺ ചോദിക്കുന്നുണ്ട്, ഏട്ടനെന്ത് ഈ ഒറ്റയ്ക്ക് നേരത്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെന്ന് ചോദിക്കുമ്പം ഗോവിന്ദ് പെട്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, അങ്ങനെ നീ ഒറ്റയ്ക്കൊന്നും പോകണ്ട, വരുൺ വരും നിൻ്റെ കൂടെ എന്ന് പറയുന്നുണ്ടോ. അപ്പം വരുൺ പറയാം, എങ്കിൽ ഞാൻ വരാം, കൂടെ രേഖയും കൂടെ കൊണ്ടുവരാം, രേഖയുടെ ബാഗൊക്കെ പാക്ക് ചെയ്യാം എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്ന ഗീതു അന്തം വിട്ടിട്ട് ഇങ്ങനെ ഗോവിന്ദനെ കൈകൊണ്ട് കാണിക്കുക, വേണ്ട എന്ന് പറയാമെന്ന് പറയാമോ. അപ്പം ഗോവിന്ദ് പറയാം, രേഖയെ കൊണ്ടുവരണ്ട എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഗീതു പറയാം, രേഖയെ കൊണ്ടുവരണ്ട, നല്ല പൊട്ട, രണ്ടുപേരും വേണ്ടെന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറയുവാണ്. പക്ഷേ ഗോവിന്ദൻ അത് രാധികാമ്മയുടെ മുമ്പിൽ പറയാൻ പറ്റുന്നില്ല കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും എങ്കിൽ വരുണും ഗോവിന്ദും കൂടെ പോട്ടെ എന്നുള്ള രീതിയിലാവുകയാണ് സംസാരം. അപ്പം ഗീതു ചിന്തിക്കുവാണ്, എൻ്റെ ഹണിമൂൺ പ്ലാനും ഇവിടെ തകർന്നു, എൻ്റെ പൊന്നെ ഇങ്ങനെ പഴം വിഴുങ്ങിയതുപോലെ ഇരിക്കത്തേ ഉള്ളൂ, ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാവുകയില്ല, എന്താ ഇപ്പം ചെയ്യാമെന്ന് ഓർത്ത് ഗീതു ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദ് അവിടെ നിന്ന് പറയുവാണ്, എങ്കിൽ ഞാനും വരുണും പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ വരുൺ പറയാം, എന്നാൽ രേഖ എൻ്റെ പെട്ടി പാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ഗീതുവിനെ നോക്കിയിട്ട് ഗോവിന്ദ് പറയാം, ആരെങ്കിലും എൻ്റെ പെട്ടിയും കൂടെ പാക്ക് ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗീതുവിന് ദേഷ്യം വന്ന് ചാടി, ഞാൻ നിങ്ങളുടെ പെട്ടി വായിക്കണമെന്ന് പറഞ്ഞ് നടുക്കോട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ കാഞ്ചനൊക്കെ പറയുന്നുണ്ട്, ഗോവിന്ദ് പാപ്പയുടെ പെട്ടി വായിക്കാൻ പോലും ഗീതു പാപ്പയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഗീതു നേരെ രാധികാമ്മ നോക്കിയിട്ട് പറയാം, നിങ്ങളുടെ വളർത്തുദോഷം കാരണം ഇങ്ങനെ കുടിച്ച് പൂസായി അതിലേക്കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാനുള്ള പ്ലാനായിരിക്കും, അപ്പോൾ ആ മുക്കുടിയൻ്റെ പെട്ടിയും കിടക്കൊക്കെ ഞാൻ തന്നെ പാക്ക് ചെയ്ത് വിടണോ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും രാധികാമ്മ പറയാം, ഞാൻ എൻ്റെ മോനെ നന്നായിട്ട് തന്നെ വളർത്തിയെന്ന് പറയുമ്പോൾ ഗീതു പെട്ടെന്ന് എടുത്തിടുവാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പേടി, നിങ്ങൾക്ക് പോലും പേടിയാണ്, പിന്നെ എങ്ങനെയാണെന്ന് പറ എന്ന് പറയുമ്പോഴത്തേക്കും ഗോവിന്ദ് ഇങ്ങനെ പറയാണ്, അമ്മയ്ക്ക് അങ്ങനെ പേടിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ രാധികാമ്മയും പറയാം, എനിക്ക് ഒരു പേടിയില്ല, കണ്ണൻ തന്നെ പൊക്കോളും, ഞാൻ എൻ്റെ മോനെ എങ്ങനെയാണ് വളർത്തിയേക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ഗീതു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, പെട്ടെന്ന് ഞാൻ എൻ്റെ ഉടക്ക് നിർത്തി കഴിഞ്ഞാൽ അവർക്കൊക്കെ ഡൗട്ട് വന്നു, എന്തേലും ഒരു കാരണം കൂടെ പിടിച്ച് കയറിയേ പറ്റുള്ളൂ, എനിക്കും പോകണ്ടല്ലേ എന്ന് പറഞ്ഞ് ഗീതു പറയാണ്, നിങ്ങൾ പോകുന്നൊക്കെ കൊള്ളാം, പക്ഷെ നാളെ എൻ്റെ അമ്മേനെ ഡിസ്ചാർജ് ആക്കുക, അവിടെ വന്നിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രാധികാമ്മ പറയാം, നിൻ്റെ അമ്മ ഡിസ്ചാർജ് ആക്കുന്നതിന് എന്തിനാണ് ഇവൻ വരുന്നത്,
നീ ചുമ്മാ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കരുതെന്ന് പറയുമ്പോൾ പ്രിയം പറയുക ചേച്ചി ചുമ്മാ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കല്ലേ ചേച്ചി, ഗോവിന്ദേട്ടൻ പോട്ടെ ഞാൻ വരാം ചേച്ചിയുടെ കൂടെ എന്ന് പറയുമ്പോഴേക്കും രഞ്ജുവും പറയുന്നുണ്ട് ഞാനും വരാം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആകെ ഉടക്കാണ് കേട്ടോ. ഗീതു പറയാണ് നിങ്ങളാരും വരണ്ട, ഇങ്ങേര് തന്നെ എൻ്റെ കൂടെ വരണം, എൻ്റെ ഭർത്താവാണ് എൻ്റെ അമ്മേനെ ഡിസ്ചാർജ് ആകുമ്പോൾ കൂടെ വരണ്ടേന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇന്നത്തോടെ ഈ ബന്ധം അവസാനിപ്പിച്ച് ഞാൻ ഇവിടുന്ന് ഇറങ്ങും എന്ന് പറയുന്നു കേട്ടോ. അപ്പം ഗോവിന്ദ് പറയാണ് ആഹാ ഇവളിനി ആക്ടിങ് ആണോ അതോ, അപ്പോൾ ഗീതു കണ്ണടച്ച് കാണിക്കുന്നുണ്ട്, അപ്പം മനസ്സിലാവുകയാണ് ആക്ടിങ് ആണ്. അപ്പോൾ ഗോവിന്ദ് പറയാം എന്നാൽ നീ ഇപ്പം ആക്കണ്ടേ, ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കോ എന്ന് പറയുമ്പോഴത്തേക്കും ഗീതു പറയാണ് അത് എപ്പോൾ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും, ഇപ്പോൾ പോകണോ രാവിലെ പോകണോ ഞാൻ എൻ്റെ സൗകര്യം പോലെ പൊക്കോളാം എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഗീതു നേരെ മുറിയിലോട്ട് കയറി പോവാണ്. ഗോവിന്ദ് പോവാണ്. അപ്പം വരുൺ പ്രിയോട് പറയാം മോളെ നീ ഇവിടുത്തെ അവസ്ഥയൊക്കെ കണ്ടില്ലേ, ഇവരെയാണോ നീ ഒന്നിപ്പിക്കാൻ നോക്കുന്നത്, എന്നും ഇവിടെ ഒരു സമാധാനം ഇല്ലാത്ത ഇമ്മാതിരി അടികളാ എന്നിങ്ങനെ പറയുവാണ്. അത് കേൾക്കുന്ന പ്രിയയ്ക്ക് ആകെ വിഷമാവുകയാണ് കേട്ടോ. രേഖയും രഞ്ജുവും നേരെ മുറി വന്നിട്ട് പറയാണ് നീ എന്തിനാ ഇതും ഇങ്ങനെ വഴക്കിട്ട് പോണേന്ന് പറയുമ്പോൾ അവരോട് പയ്യെ അതേ ഞാനും കണ്ണേട്ടനുമായിട്ടൊരു പ്ലാനാന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും കാഞ്ചനയും പ്രിയയും കൂടെ അങ്ങ് വരുവാണ് കേട്ടോ. പെട്ടെന്ന് ഇവരെ കാണുമ്പോഴത്തേക്കും ഗീതുവിനൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി പോവാണ്. പ്രിയമോള് നേരെ അകത്തോട്ട് വന്നിട്ട് പറയാണ് ചേച്ചി ഇങ്ങനെ വഴക്കുണ്ടാക്കി പോകരുത്, ചേച്ചിയും ഗോവിന്ദേട്ടനും മാന്യ മര്യാദയ്ക്ക് മ്യൂച്വൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് കോടതിയിൽ നിന്ന് മര്യാദയ്ക്ക് പിരിയണം, എന്നിട്ടും നിങ്ങൾ നല്ല ഫ്രണ്ട്സായിട്ട് തുടരണം എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ഗീതുവിന് അടി കിട്ടിയ പോലെ ആവുകയാണ്. ഗീതു പറയുന്നുണ്ട് അങ്ങനെ കോടതി വഴി പോകേണ്ട കാര്യമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഗീതുവിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.